ചെയ്ത ഓരോ സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. നമുക്കിപ്പം മോഹൻലാൽ ആരാധകരൊക്കെ നമ്മൾ ചേരാണ്. ലാലേട്ടന്റെ ആദ്യ ഡയറക്ഷനിലെത്തുന്ന പടം ക്രിസ്മസിന് എത്തുകയാണ്. എങ്ങനെയാണ് ഫാൻസ് നോക്കി കാണുന്നത്? നമ്മളൊരു വലിയ മെഗാ ഹിറ്റിലേക്കുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം അതിൽ ലാലേട്ടൻ ഒരു സംവിധായക റോളിലേക്ക് എത്തുന്നത് മലയാള സിനിമയിൽ എക്കാലത്തെയും എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. കാരണം ഇന്നും മലയാള സിനിമയിൽ എന്നും ഉദിച്ചു നിൽക്കുന്ന ലാലേട്ടന് കിട്ടുന്ന നമ്മളൊരു സംവിധായകങ്ങളിലൂടെ എങ്ങനെ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും എത്രത്തോളം മെഗാ ഹിറ്റിലേക്ക് അത് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ലാലേട്ടൻ ഫാൻസിലെ മുഴുവൻ ആരാധകരും. എസ്പെഷ്യലി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ വലിയൊരു 101 ഓർഫനേജിലെ 101 വിദ്യാർത്ഥി കുട്ടികളെ അവരെ നമ്മൾ ഈ ഷോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ലാലേട്ടന് എത്രത്തോളം നന്നായിട്ട് ആ പടത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതും മലയാള സിനിമകൾ ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകൻ എന്ന റോളിലേക്കും നമ്മളെ മനസ്സിലെന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ലാലേട്ടൻ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന വലിയ പ്രതീക്ഷയിലേക്ക് എല്ലാ തരത്തിലും നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ആരാധകരും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ പടം ഒരു ബമ്പർ ഹിറ്റായി തന്നെ മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ആദ്യമേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പി ക്രിസ്മസ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, എൻ്റെ ലാൽ സാറ്, അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇതൊരു ആഘോഷമാക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എന്തായാലും എല്ലാവരും കാണുക. സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇറങ്ങിയിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും ഇതൊരു ആഘോഷമാണ്. അതെ, തീർച്ചയായിട്ടും. എക്സൈറ്റ് ആയിട്ടൊന്നുമില്ല, നോർമൽ ഒരു മൂവി കാണുമ്പോൾ പോലെ വരുന്നുണ്ട്. എന്തായാലും വിജയിക്കട്ടെ, ആഘോഷമാക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവട്ടെ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഇവിടെ മോഹൻലാൽ ലാലേട്ടൻ ഒരു വെറൈറ്റി പിടിച്ചല്ലോ. തീർച്ചയായിട്ടും ഇന്നലെ ഒരു സേഫ് ജോണർ നോക്കി ആദ്യത്തെ ഒരു മൂവി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ പുള്ളി അതിലൊന്നും നോക്കാതെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നിലവാരം പുലർത്തുന്ന ഒരു പടം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ഡയറക്ഷനാണ്, പടം ഹെവി ആയിരിക്കുക. ആ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും 100%. പിന്നെ അങ്ങനെ പടം പ്രതീക്ഷിക്കാതെ വേറെ ആരെ പടം പ്രതീക്ഷിച്ചേ? കുട്ടികളുടെ ലാലേട്ടനെ മാറും. എൻ്റെ മോനെയൊക്കെ കൊണ്ട് താൻ നിർത്തിക്കണം. എല്ലാ ലാലേട്ടൻ ഈ ക്രിസ്മസ് ലാലേട്ടൻ തന്നെ, അത് ഉറപ്പാണ്. എപ്പോഴും നമ്മളെ ഭയങ്കര ആരാധകരാണ് ലാലേട്ടൻ്റെ. നമ്മളൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ വായിച്ചു തരാറാണ്. ലാലേട്ടൻ്റെ ആദ്യമായിട്ടുള്ള ഡയറക്ഷനാണ്. ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് അടിക്കുമെന്നാണ് നമ്മുടെ ആരാധകരായ എല്ലാവരുടെയും പ്രതീക്ഷ. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ലാലേട്ടൻ്റെ പേരിൽ ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ പോവുകയാണ്. പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ചങ്കിനകത്തെന്ന് പറഞ്ഞ കയ്യിൽ വരെ ലാലേട്ടനാണ്. ഉറപ്പാണ് 100%. ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം, അത്രേ ഉള്ളൂ. നമ്മളെല്ലാം ഇറങ്ങുമ്പോൾ നിങ്ങളെ കാണാം. വരും. ലാലേട്ടൻ ഇഷ്ടമാണോ? ആരാധന കൊണ്ട് വന്നാണോ സിനിമ? കൊള്ളായിരിക്കും, പിള്ളേർക്ക് പറ്റിയൊരു പടമായിരിക്കും. ലാലേട്ടൻ ആരാധകനല്ല ഞാൻ, കാണാൻ വന്നല്ലേ പറ്റൂ. കുട്ടികൾക്ക് ഇറക്കി പടം ഒരു അഭിപ്രായം. അപ്പം ആരായാലും കണ്ടല്ലേ പറ്റൂ. ലാലേട്ടൻ്റെ ഒരു ആദ്യ സംരംഭം സംവിധാനം ചെയ്യുന്ന പടം, അപ്പം കണ്ടേ തീരൂ. എങ്ങനെയാണ് നമ്മുടെ പുതിയ ലാലേട്ടൻ പടം ഒന്ന് റിലീസ് ആവാണ്? സൂപ്പറായിരിക്കും, ഒരു മാറ്റമില്ല. കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാവർക്കും വേണ്ട, കുട്ടികളും എല്ലാവർക്കും വേണ്ടിയുള്ള നമ്മുടെ ഇതുവരെ മലയാള സിനിമയിൽ ഒരു വിസ്മയം കാണിച്ച ഒരാൾ സംവിധായകൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. കാര്യം അതും 3D ആണ്. നമുക്ക് കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടിയാണ് പുള്ളി പടം ചെയ്തിരിക്കുന്നത്. കാര്യം പുള്ളിക്ക് പടങ്ങൾ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് തികച്ചും നമ്മൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് പുള്ളി 3Dയിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്ക് പ്രതീക്ഷയാണ്. കാര്യം എങ്ങനെയായിരിക്കും പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ചിത്രഭൂമിയിലെ കുട്ടികൾക്ക് 101 കുട്ടികളെ നമ്മൾ കാണിച്ച് അത് ഫസ്റ്റ് നമ്മൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ആകാംക്ഷയായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ആരാധകരൊക്കെ
പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.